पति ब्रह्मचारी അമ്മേ അമ്മേ ബാങ്കിൽ കൊണ്ടടയ്ക്കാൻ ഭഗവാന്റെ മുമ്പിൽ വെച്ചിരുന്ന 15,000 രൂപയാണല്ലോ എടുത്തത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? അമ്മേ അയ്യോ എനിക്ക് വയ്യ. ഒരു മിനിറ്റ് നിക്ക്, റിലാക്സ്. ആ ഭഗവാന്റെ ഫോട്ടോയുടെ എടുത്തിരുന്ന പൈസ ഞാനാ രാവിലെ എടുത്തു കൊടുത്തത് ഏട്ടന് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി. എന്താ ഏട്ടത്തി ഒന്നും അന്വേഷിക്കാതെ ചുമ്മാ നിലവിളിക്കുന്നേ? മതി. അതിഥി ചെല്ലുമോളെ ചെന്ന് പൂജയുടെ തട്ടൊക്കെ എടുത്തിട്ടോ. ഇപ്പൊ കൊണ്ടുവരാം. അച്ഛാ വല്യമ്മേ, ഈ ആരതി ഒഴിഞ്ഞിട്ട് ഇതിനെ അൺബോക്സ് ചെയ്യാം. നിന്നോട് ഞാൻ എന്താ പറഞ്ഞ? എന്റെ അടുത്ത് വരലെന്നല്ലേ? ഇനി ഇത് തുറന്നേ. അല്ല മോളെ, എങ്ങനെയാ നീ ഇതൊക്കെ കാശ് എവിടെ? ഞാൻ എന്റെ മോതിരം വിറ്റു അച്ഛാ. അതിൽ നിന്ന് കിട്ടിയ തുക കൊണ്ട് ഈ ഫ്രിഡ്ജ് വാങ്ങി. ഫ്രിഡ്ജ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഐസ് ക്യൂബിന്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വല്യമ്മയുടെ കാലുവേദനയ്ക്കും ഒരു പരിഹാരമാവും. നല്ലവളാവാനുള്ള നാടകം കഴിഞ്ഞോ? ഇനിയിപ്പൊ എന്താ വേണ്ടേ? പുറത്ത് തട്ടി അഭിനന്ദിക്കണോ? അതെ, ഇന്ന് വീട്ടിലൊരു പുതിയ സാധനം വന്നിരിക്കുക. അപ്പൊ ആരതി ഉടിയിലൊക്കെ വേണ്ടത് തന്നെയല്ലേ? വന്നേ, അതിങ്ങ് തന്നെ വള. അച്ഛൻ എത്ര സന്തോഷത്തില. ഒരു പക്ഷെ ഞാനാണിത് കൊണ്ടുവന്നിരുന്നെങ്കിൽ വീട്ടിൽ വെക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. പോട്ടെ, എന്തായാലും ഈഷ മേഡം വാങ്ങിച്ചോളുന്ന സമ്മാനം അദ്ദേഹം സ്വീകരിച്ചല്ലോ. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും ഈ കുട്ടി ഈ വീടിന് സ്വന്തം വീടായിട്ടാ കാണുന്നത്. ഇത്രയും കുത്തുവാക്കുകൾ പറഞ്ഞിട്ടും ഇവൾക്ക് ചേട്ടത്തിയുടെ വേദന കണ്ട് സഹിക്കുന്നില്ല. എന്റെ ഈശ്വര, ഈ ഫ്രിഡ്ജിൽ നിന്ന് കിട്ടുന്ന ഐസിന്റെ തണുപ്പ് കൊണ്ട് വല്യമ്മയ്ക്ക് ആശ്വാസം ഉണ്ടാവണേ. ആ തണുപ്പ് ഇവരുടെ ദേഷ്യവും ഐസാക്കി തീർക്കണേ. ഇതാ മോളെ, അങ്ങോട്ട് വയ്ക്കുക. അടിപൊളി സാധനം കേട്ടോ, ഉഗ്രനായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഫ്രിഡ്ജ് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഇത്തിരി അന്തസ് കൂടിയിട്ടുണ്ട്. ആരവസാനം വേണ്ടി ഞാനത് ചെയ്തേ പറ്റൂ.
ചേട്ടാ ചേട്ടത്തി കാവ്യ കാവ്യ ഞാൻ കാവ്യക്കൊന്നും സംഭവിക്കാൻ പാടില്ല. പ്ലീസ് എന്നെ രക്ഷിക്കൂ. പ്ലീസ് ഹെൽപ്പ് മീ. രക്ഷിക്കണേ. കാവ്യ കാവ്യ കൈതാ. കാവ്യ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പറ്റില്ലല്ലോ? ഓക്കെയില്ലേ? എവിടെയെങ്കിലും പൊള്ളിയോ? എല്ലാം ഓക്കെയാണോ? നീ ഓക്കെയാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആരോ ആരോ നീ 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 സ്വയം എഴുന്നേറ്റോ? മോനെ, ഇടാ മോനെ, ഇത് അത്ഭുതമായല്ലോ, അതിശയമായല്ലോ. ഇതിനു വേണ്ടിയല്ലേ ഇത്രയും കാലമായി ഞാൻ കാത്തിരുന്നത്. ഒടുവിൽ ഇത് സംഭവിച്ചു. എന്റെ മോൻ ഇതാ സ്വയം എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടില്ലേ? കൊള്ളാം മോനെ, ഇതിനു വേണ്ടി ഞാൻ കാത്തിരുന്നത്. അച്ഛന് ഒരുപാട് സന്തോഷമായി. ഈ സന്തോഷത്തിന് ഒരു ഗംഭീര പാർട്ടി അറേഞ്ച് ചെയ്യാം. ഒരു ഗംഭീര പാർട്ടി. മോനെ, എന്റെ പൂന്റെ മോനെ, അച്ഛന് സന്തോഷമായിടാ. നിങ്ങളുടെ കാര്യത്തിൽ എനിക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു സർ. നിങ്ങളിപ്പോ സ്വയം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇനി എന്നും ഇതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കണം. ജീവിതത്തിൽ മുന്നേറിക്കൊണ്ട് നിൽക്കണം. ഇന്ന് ഞാൻ സ്വയം എഴുന്നേറ്റ് നിൽക്കുന്നു. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എല്ലാവരുടെ മുഖത്തും സന്തോഷം മാത്രം. ഇതിനെല്ലാം കാരണം നീ മാത്രമാണ് കാവ്യ. എന്നാലും ഒരു കാര്യം മനസ്സിലാകുന്നില്ല. ഇത്രയും വലിയ ആനയെ പോലെ ഒരു ഫ്രിഡ്ജ് ഇത്രയും ചെറിയ കോഴിക്കോട് പോലുള്ള ഒരു വീട്ടിൽ എങ്ങനെ കയറ്റും? ചേടാ, എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും കയറ്റി അകത്ത് വയ്ക്കും. അത് ശരിയാ, എങ്ങനെയെങ്കിലും കയറ്റി അകത്ത് വയ്ക്കാം. വരൂ മോണിക്ക, വാ മോണിക്ക, വരൂ. വാ മക്കളെ, എല്ലാരും വാ. താഴെ വെക്കരുത്, പതുക്കെ, പതുക്കെ. ഓള് തട്ടരുത്. ചരിക്കണം, കിടത്തിയെടുക്ക്. നേരെ പിടിക്ക, പിടിക്ക. മെല്ലെ കൊണ്ടുപോ, പതുക്കെ. ചേട്ടാ ഒന്ന് സൂക്ഷിച്ച് പിടിക്കാം. ഇത് നടക്കുന്ന കാര്യമല്ല. ഈ വാതിൽ അകത്ത് പോവില്ല. ഒന്ന് താഴെ വെക്ക്. ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഇത് എങ്ങനെ അകത്ത് കൊണ്ടുപോകും? അതൊക്കെ കൊണ്ടുപോവാം, ഉറപ്പായിട്ടും കൊണ്ടുപോവാം.
നിക്ക് അവിടെ നിക്ക്. ഇതിങ്ങനെ പോവില്ല. ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇവിടെ ഇടിക്കും. തിരിക്ക്. ശരി അച്ഛൻ. ഒന്ന് തിരിക്ക്. അങ്ങോട്ട് തിരിക്ക്. ആ അങ്ങനെ തിരിച്ചോ. അങ്ങനെ. യോ, പിടിച്ചോ. പിടിക്ക്. ആ സൈഡ് മുട്ടാതെ പിടിക്ക്. അങ്ങോട്ട് ആ. അതെ സൂക്ഷിച്ച്. പിടിച്ച്. മെല്ലെ പിടിക്കേ. 1 2 3. അയ്യോ എന്തുപറ്റി? എന്തുപറ്റി? അത് വാതിൽ പൊളിഞ്ഞു. നീ തന്നെ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞപ്പോ നീ ഈ വീടിന്റെ വാതിൽ തന്നെ പൊളിപ്പിച്ചോ? ഈ വീട് തന്നെ നശിപ്പിച്ചു. നിന്നേക്ക് എന്താ ചെയ്യണ്ടേ? നേരെ കൊണ്ടുവാ. ആ നേരെ വാ. നേരെ പിടിക്ക്. അങ്ങനെ നേരെ പതുക്കെ. ആ പുറകേക്ക് വാ. അയ്യോ എന്തു പറ്റി? സ്വിച്ച് ബോർഡ് പൊട്ടിയതാ. അതും പൊട്ടി. നിക്ക് എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. ഇവള് എന്ന് ഈ വീട്ടില് കാല് കുത്തിയോ അന്ന് മുതൽ നഷ്ടത്തിന്റെ നഷ്ടം. ആദ്യം ആ വാതിൽ പൊളിപ്പിച്ചു, ഇപ്പൊ ദേ സ്വിച്ച് ബോർഡും പൊളിഞ്ഞു. ഇനി എന്താ നിനക്ക് വേണ്ടേ? അത് സാരമില്ലമ്മേ, എന്തായാലും ഫ്രിഡ്ജ് വീടിനകത്തെത്തിയല്ലോ. പക്ഷെ ഇനി വാതിൽ എന്ത് ചെയ്യും? എടാ, ഇത്രയും വലിയ ഫ്രിഡ്ജാ പൊക്കിക്കൊണ്ട് വന്നേ. കറണ്ട് ബില്ല് ആരാ അടയ്ക്കാൻ പോകുന്നേ? നിന്റെ അച്ഛനാണോ? തലയിൽ വിവരം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആലോചിക്കില്ലായിരുന്നോ? ഇത് നിന്റെ അച്ഛന്റെ കൊട്ടാരമൊന്നും അല്ല, ഞങ്ങള് പാവപ്പെട്ടവരുടെ ചെറിയ കുടില. ഇത്രയും വലിയ ആന എവിടെ തളയ്ക്കാനാ? എന്റെ തലയിലാണോ? അതെ ചേട്ടത്തി, മതി. ഒന്ന് സമാധാനപ്പെട്. വീട്ടിലായാലും മനസ്സിലായാലും പുതിയ സാധനങ്ങൾക്ക് സ്ഥലം കണ്ടെത്തണം. ഉണ്ടായാലേ ഉണ്ടാകൂ. ഇതെവിടെയെങ്കിലും വെക്കാം, ടെൻഷൻ അടിക്കണ്ട. ശരി, വന്നേ, നമുക്കിത് അടുക്കളയുടെ ഭാഗത്ത് വെക്കാം. വരൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൊത്തം ഫാമിലിയും വീണ്ടും ആഞ്ഞു പിടിച്ചോ ഐലസ മോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം വാതിൽ പൊളിഞ്ഞു, പിന്നെ സ്വിച്ച് ബോർഡ്. എല്ലാവരും സൂക്ഷിച്ചിരുന്നോ? ഞങ്ങൾ ഇനി അടുക്കള ഭാഗത്തേക്കാണ് വരുന്നത്. എന്റെ ഭഗവാനെ, ഞാൻ അടുത്ത് എന്താ തൊലയ്ക്കാൻ പോകുന്നേ? ഇങ്ങോട്ട് ഇങ്ങനെ വരട്ടെ. പതുക്കെ. അയ്യോ. എന്റെ ഭഗവാനെ, അതും പോയി. എടി ഒരു പൊട്ടവളെ, മഹാ കള്ളി അവള്. നേരെ പിടിച്ചില്ല. നീ എവിടെയാടി നോക്കി നടക്കുന്നേ? എല്ലാരും പിടിക്കുമ്പോ നേരെ പിടിക്കടി. വേണ്ട അമ്മേ, വേണ്ട. അറിയാതൊരു അബദ്ധം പറ്റിയതാ. ഇനി ഇങ്ങനെ ശിക്ഷിക്കല്ലേ. ഈ മഹാറാണി പറഞ്ഞൊന്ന് ശ്രദ്ധിച്ച് കേട്ടതാ. അപ്പൊ കയ്യിന്ന് പിടി വിട്ടു. ശരി, ഇങ്ങോട്ട് വാ. ഇതിലേ വാ. വന്നേ, നേരെ വന്നേ. ഇങ്ങോട്ട്. റൈറ്റ് സൈഡിലേക്ക് വരൂ. അങ്ങനെ തന്നെ. അയ്യോ, ഇങ്ങോട്ടല്ല. സോറി, ലെഫ്റ്റ്. അച്ഛാ സോറി, കുറച്ച് ലെഫ്റ്റ്. എന്താ ഈ പറയുന്നത് മോളെ? അയ്യോ, ലെഫ്റ്റും അല്ല, കുറച്ച് റൈറ്റിലേക്ക്. കുറച്ച് റൈറ്റ്. ശരി, പിടിക്കോ. വിടോ. ഇതാ വീണ്ടും ഫ്രിഡ്ജിന്റെ ഒരു കനത്ത പ്രഹരം. അതോടെ ഫാമിലി ഫോട്ടോ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എന്റെ ഭഗവാനെ, എത്ര കഷ്ടപ്പെട്ടിട്ടാ അനിയനെ സൂരജിനെ ഒപ്പം നിർത്തി ഈ ഫോട്ടോ എടുപ്പിച്ചതെന്ന് നിനക്ക് അറിയാമോ? അവസാനം നോക്കി, ഈ പെണ്ണിന്റെ കയ്യിലിരിപ്പ് കാരണം ആ നല്ലൊരു ഓർമ്മ നാശക്കോട്ടയായി മാറിയല്ലോ. ഫ്രിഡ്ജ് പിടിക്ക്. ആ വാ, ഇങ്ങോട്ട് കൊണ്ടുവാ. പതിയെ ചരിച്ചു വെക്കൂ. ആ അയ്യോ മോനെ, അയ്യോ എന്താ മോനെ? എന്തേലും പറ്റിയോ? ഇത്രയും വലിയ ഫ്രിഡ്ജോ? സരളയുടെ അഭിമാനം ഉയർത്തിയല്ലോ ഈ പെണ്ണ്. ഇപ്പൊ തന്നെ എല്ലാരോടും പറയണം. ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറഞ്ഞേ, നിനക്ക് കണ്ണു നേരെ കാണുന്നുണ്ടല്ലോ അല്ലേ? നിന്റെ ഇടത്തെ കണ്ണിനാണോ കുഴപ്പം, വലത്തെ കണ്ണിനാണോ കുഴപ്പം? ദൂരത്തേക്കുള്ള നോട്ടത്തിനാണോ കുഴപ്പം, അതോ അടുത്തുള്ള നോട്ടത്തിനാണോ പ്രശ്നം? കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം ക്ലിയർ ആയിട്ട് കാണും. ഉറപ്പാണോ?
കാഴ്ചക്കൊന്നും കുഴപ്പമില്ല. അപ്പൊ കഴിഞ്ഞ 4 ദിവസം കണ്ണി തുണി കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നോ? നിനക്ക് ഈ വീടിന്റെ മുക്ക് മൂലയൊക്കെ അറിയായിരുന്നല്ലോ. ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയാം. അപ്പൊ പിന്നെ ഈ ആന എവിടെ വയ്ക്കണമെന്ന് നിനക്ക് അറിയണമല്ലോ. ഇനിയിപ്പോ എവിടെ വയ്ക്കുമെന്ന് നീ പറയ്. അതൊക്കെ നമുക്ക് പറ്റിയ ഏതെങ്കിലും സ്ഥലത്ത് വെക്കാം അമ്മേ. അതിപ്പോ നമ്മുടെ സൂരജില്ലേ, അവൻ ശരിയാക്കിക്കോളും. ഇവരൊരു വല്ലാത്ത സ്ത്രീയാണല്ലോ. തിരിച്ചു പോകേണ്ടതിന് പകരം ഫ്രിഡ്ജും കൊണ്ട് കയറി വന്നിരിക്കുന്നു. പിന്നെ ഈ കുന്ത്രാണ്ടത്തിന് ആരതി മാത്രം ഒഴിഞ്ഞാ മതിയോ? ഇതുവെല്ലാം വർക്ക് ചെയ്യും. വർക്ക് ചെയ്യും. എന്നാ പിന്നെ ചെയ്യിക്കേ. പ്ലീസ് ഇതിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കാവോ? ആ പിടിക്ക്. ദേ പിന്നെയും വലിച്ചോണ്ട് പോന്നു. മതി. ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടുമോ? ആ, ഞാൻ എടുത്തോണ്ട് വരാം. ഇതാ. താങ്ക് യു. തീർന്നു. ഒരു 5 മിനിറ്റിലെ റെഡിയാവും. 5 മിനിറ്റ്. ഊതി കുടിക്കാൻ കഞ്ഞിയില്ല, ഊറ്റം കൊണ്ട് പൊറുതിയില്ല. ഒരു പിടി പച്ചക്കറി പോലും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. പിന്നെ എന്തോന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനാ? ചുമ്മാ ചന്ത കാണാം. എന്റെ ചേട്ടത്തി, എന്തായാലും സാധനം വീട്ടിലെത്തിയ സ്ഥിതിക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവുന്നേ. ഈ ഫ്രിഡ്ജ് കാരണം ഉള്ള പണി കൂടുക ചെയ്തേ. ഈ എണ്ണയും വെള്ളവും ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. എല്ലാത്തിനും കാരണം ഈ മഹാറാണിയാ. നിങ്ങളങ്ങോട്ട് മാറി, ഞാൻ നോക്കാം. ആ എന്താ തലയാട്ടുന്നത്? നിങ്ങളോടാ പറഞ്ഞേ. ഇങ്ങോട്ട് മാറി, ഇത് ഞാൻ നോക്കിക്കോളാം. ഇങ്ങതാ. എന്തിനെങ്ങനെ ചൂടായിട്ട് പറയുന്നേ? കുറച്ച് സോഫ്റ്റ് ആയിട്ട് സ്നേഹത്തോടെ മനുഷ്യന്മാരെ പോലെ സംസാരിച്ചൂടെ? ഇഷയൊന്ന് മാറി നിൽക്കൂ, ഞാൻ ചെയ്തോളാം. അങ്ങനെ പറയാൻ പറ്റില്ലേ? ശരി, ഈ സ്ക്രൂ ഡ്രൈവർ ഒരു സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ ഒന്നിങ്ങോട്ട് മാറുമോ? ഇഷ മാഡം പ്ലീസ് പ്ലീസ്. ആ ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രിഡ്ജ് ഇത് കേട്ടോ. മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജ് ഓൺ ചെയ്ത് വെക്കണം. ഒന്നും വെക്കരുത്. ഓക്കെ, അതിനുശേഷം പിന്നെ ഇത് യൂസ് ചെയ്യാം. എന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റില്ലല്ലോ. നീ എങ്ങനെയാ ചെയ്തേ? ദാരിദ്ര്യം എല്ലാം പഠിപ്പിച്ചിരും മാഡം. കാരണം ഫ്രിഡ്ജ് വാശി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ പ്രവർത്തിക്കുന്നത്. അതെന്തായാലും നിങ്ങളുടെ കയ്യിലില്ലല്ലോ. അതുണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ഇവിടെ കാണില്ലായിരുന്നു, നിങ്ങളുടെ വീട്ടിലായിരുന്നേനെ. അപ്പൊ ഞാൻ വെറുതെ വാശി കാണിക്കുന്നതാണോ? ഒരു മിനിറ്റ് നിന്ന്. നിന്റെ കാലിലെ മുറിവുണ്ട്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അതൊക്കെ കൊണ്ടു നടന്ന് നല്ല ശീലമുള്ളതാണ്. സൂരജ്, എന്താ നിങ്ങളുടെ നാടകമൊക്കെ തീർന്നില്ലേ? ഈ വീട് മുഴുവൻ നാശമായി കിടക്കുന്നില്ലേ? ഇതൊക്കെ ഇപ്പൊ ആര് വൃത്തിയാക്കും? നിന്റെ അച്ഛനോ അതോ കൊട്ടാരത്തിൽ നിന്ന് വല്ല വേലക്കാരും വരുമോ? ചെല്, വേഗം പോയി വൃത്തിയാക്ക. അല്ല അമ്മ ആ പറഞ്ഞത് നേരാ. അനിയത്തി കാരണം തന്നെയാ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇവള് തന്നെയല്ലേ വൃത്തിയാക്കേണ്ടത്? ഞാനെന്തിനാ ചെയ്യുന്നത്? ഈ എണ്ണയും അച്ചാറും അമ്മേ ശരിക്കും വൃത്തിയാക്കിച്ചോളണം. ആ പിന്നെ ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് കഷ്ണം നുറുക്കാനൊക്കെ ഇവള് തന്നെ ഏൽപ്പിച്ചോ? അത് ശരി. അപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന ഫ്രിഡ്ജ് എല്ലാവർക്കും വേണം. പക്ഷെ വീട് ഈ കുട്ടി ഒറ്റയ്ക്ക് വൃത്തിയാക്കണോ അല്ലേ? അതെന്താ? പ്രിയ, അതിഥി, പൂരൻ, പിന്നെ നീയും മോണിക്ക, പ്രത്യേകിച്ച് നീ. ഡേയ് ഇങ്ങോട്ട് വാ. ഇവരുടെ കൂടെ വീട് വൃത്തിയാക്കാൻ സഹായിക്കണം കേട്ടോ. ചെല്ല് ചെല്ലു മക്കളെ.
ചിറ്റപ്പ ഉം. അമ്മ ഈഷ എന്തൊക്കെയാ പറയുന്നത്? പക്ഷെ ഈഷയ്ക്ക് അമ്മയുടെ വേദന കണ്ടു നിൽക്കാൻ പറ്റിയില്ല. സ്വന്തം മോതിരം വിറ്റ് ഫ്രിഡ്ജ് കൊണ്ടുവന്നു. വേണമെങ്കിൽ അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കായിരുന്നു. പക്ഷെ അവൾ ആദ്യം ചിന്തിച്ചത് കുടുംബത്തെ പറ്റിയാ. അല്ലെങ്കിലും എന്റെ വരുമോള് വലിയ മനസ്സുള്ളവളാ. അല്ല എന്താ ഇത്? ചൂടുവെള്ളോ? അതിൽ കാല് മുക്കി വെച്ച ആശ്വാസം കിട്ടും. നിന്റെ കാല് ഫ്രിഡ്ജിനടിയിൽ പോയതല്ലേ? ഞാൻ നിന്റെ ഭാര്യയല്ലേ? എനിക്കെങ്ങനെ നിന്റെ വേദന കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നേ? വീണ്ടും ഭാര്യയുടെ സങ്കടവും പരിഭവവും പറഞ്ഞ് തുടങ്ങി. ഇതെന്താ എന്തായി ചെയ്യുന്നത്? വേണ്ട വിട്ടെ, പറയുന്ന വിട. എന്തൊക്കെയാ കാണിക്കുന്നത്? കുറച്ചു നേരം ആ ചൂടുവെള്ളത്തിൽ കാല് വെക്ക്. അപ്പൊ നല്ല ആശ്വാസം കിട്ടും. അതുവരെ ഇവിടെ തന്നെ ഇരിക്ക്. വേണ്ട ദേ. എടി നീ അറിഞ്ഞായിരുന്നോ? അരവിന്ദേട്ടന്റെ മരുമോളെ ഒരു വലിയ ബംഗ്ലാവ് പോലത്തെ ഫ്രിഡ്ജും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഈ തെരുവിലുള്ള മൊത്തം സാധനങ്ങളും വെക്കാൻ പറ്റും. ഞാനും കേട്ടു. ഫ്രിഡ്ജിന് 2 വാതിലുണ്ടത്രേ. കണ്ട അലമാര പോലെയാന്ന് പറയണേ. അവരുടെ വീട്ടില് ഐസ് എന്താ തീർന്നെന്നാ പറയുന്നേ. ആ സരളയുടെ കാൽമുട്ടിൽ എപ്പോഴും വേദനയാണല്ലോ. അപ്പൊ അതിൽ ഐസ് വെച്ച് തണുപ്പിക്കാനാണത്രേ. മരുമോളോ പുതിയ ഫ്രിഡ്ജ് തന്നെ കൊണ്ടുവന്നു. ആരെ പറ്റിയാ നിങ്ങൾ പറയുന്നേ? മോണിക്ക ചേട്ടത്തെ പറ്റിയാണോ? അവര് പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചോണ്ടുവന്നോ? അയ്യേ, മോണിക്കയെ കുറിച്ചില്ല. ഞങ്ങൾ സൂരജിന്റെ ഭാര്യ ഇഷയുടെ കാര്യ പറയുന്നേ. ആ സരളയുടെ ഭാഗ്യം തന്നെയാ. അതൊരു മുതലാ. മരുമകളാണെങ്കി ഇഷയെ പോലെ തന്നെ വേണം. ശരി ശരി പോയേ. അതിന് അരിയൊന്നും തന്നില്ലല്ലോ. അരിയോ? അത് തീർന്നു. അല്ല നിങ്ങളുടെ സഞ്ചി പൊയ്ക്കോ. ഇവിടെ അരി കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അരി കാണാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ? പോയേ. ഇവൾക്കെന്താ പറ്റിയേ? ഈ കാലത്തെ പിള്ളേർക്ക് എപ്പോ എന്താ തോന്നുന്ന ആർക്കറിയാം. പോയി പണി നോക്ക്. ബാ. എന്റെ സൂരജിന്റെ മനസ്സ് കീഴടക്കാൻ പറ്റിയില്ല. അപ്പൊ പണം കൊണ്ട് കീഴടക്കാന്ന് വിചാരിക്കുകയാണല്ലേ? മരം മണ്ടിയ അവൾക്കൊന്നും അറിയില്ല. സൂരജിന് അങ്ങനെ വിലക്ക് വാങ്ങാൻ പറ്റില്ല. അവനെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴടക്കാൻ പറ്റൂ. പൈസ കൊണ്ട് പറ്റില്ല. നന്നായി ചേട്ടത്തി പുതിയ ഫ്രിഡ്ജ് കൊണ്ടുവന്നത്. ശരിക്കും അത് വളരെ അത്യാവശ്യമായിരുന്നു. ഞാനും പണ്ട് ആലോചിച്ചിരുന്നതാ, എനിക്ക് നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ സാലറി കൊണ്ട് ഒരു ചെറിയ ഫ്രിഡ്ജെങ്കിലും വാങ്ങാൻ പറ്റണേന്ന്. കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ എന്ത് സന്തോഷല്ലേ? ചേട്ടത്തി ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങള് നിങ്ങളുടെ കുടുംബത്തെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവുമല്ലേ? ഇവിടെ വന്നതിന് ശേഷം അവരുടെയൊക്കെ ഓർമ്മ അലട്ടുന്നുണ്ടാവില്ലേ? പ്രത്യേകിച്ച് അവിടെ ആരവിന്റെ. അല്ല, സൂരജേട്ടൻ നിങ്ങളുടെ അച്ഛന്റെ കൂടെയല്ലേ ജോലി ചെയ്യുന്നത്? അങ്ങനെ അറിഞ്ഞതാ ഞാൻ. എനിക്കറിയാം നിങ്ങൾക്ക് ആരവിനോട് വലിയ സ്നേഹമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹവും നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടാവും. ഇനി മുതൽ സൂരജിന്റെ കുടുംബവും എന്റെ ജീവിതം.